ഇസ്രയേലിൻ്റെ പാർലമെൻറ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു വാക്ക് ദ നൈറ്റ് മെയർ ഈസ് ഓവർ എന്നാണ്. അതായത് ആ കറുത്ത കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു, ഒരു ദുസ്വപ്നം പോലെ ഇസ്രയേലികൾ അത് ബോധപൂർവം മറക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഏത്? ഫലസ്തീനിൽ നടത്തിയ 2 കൊല്ലമായി ഇസ്രയേൽ നടത്തിയ കൂട്ടക്കൊലയെക്കുറിച്ചാണ് പറയുന്നത്. അതിലൂടെ ഇസ്രയേൽ വലിയ വിജയമാണ് കാഴ്ചവെച്ചത്. അതിൽ അമേരിക്ക കൃത്യമായി ഇസ്രയേലിൻ്റെ കൂടെ നിന്നതിൽ അഭിമാനം കൊള്ളുന്നു. എന്നാൽ 2 കൊല്ലം കൊണ്ട് ഫലസ്തീനും ഗാസയും ഒക്കെ നന്നായി പഠിച്ചു. ഇനി നമുക്ക് ആവശ്യം എന്നത് കൃത്യമായും ലെബനനിൽ ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളതും ഹമാസിനെ തകർക്കുക എന്നുള്ളതും മാത്രമല്ല, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റഷ്യയിലേക്കാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് റഷ്യയാണ് ഇപ്പോൾ ഇറാന് എല്ലാ രീതിയിലും മുതൽക്കൂട്ടായി നിൽക്കുന്ന രാഷ്ട്രം. റഷ്യയാണ് സാമ്പത്തികപരമായി തകർക്കേണ്ടത്. റഷ്യ വീണ്ടും സോവിയറ്റ് യൂണിയൻ എന്ന രീതിയിലേക്ക് വിപുലീകരിക്കപ്പെട്ടാൽ പല പദ്ധതികളും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇസ്രയേലിൻ്റെയും ഒക്കെ തകർന്നടിയും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി റഷ്യക്കെതിരെ നീങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും കൂടുതൽ ഓങ്ങി വെച്ചിരിക്കുന്ന രാജ്യം റഷ്യ തന്നെയാണ്. വ്ളാഡിമിർ പുടിൻ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധ രീതിയിലേക്ക് പോകുന്നില്ലെങ്കിലും ഇരു രാജ്യങ്ങൾക്കിടയിലും ശീതയുദ്ധം എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ അത് ചൈനയും US തമ്മിലായിരുന്നു നേർക്കുനേരെങ്കിൽ ഇപ്പോൾ അത് മറ്റൊരു സ്ട്രാറ്റജിയായി മൂവ് ചെയ്തുകൊണ്ട് റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ അമേരിക്കയുടെ ഉറ്റചങ്ക് തന്നെയാണ്. ഇസ്രയേൽ നമുക്കറിയാം ഖത്തറിലേക്ക് ആക്രമണം നടത്തിയപ്പോഴാണ് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഉണ്ടായതും അതുവഴി ഐക്യത്തോടെ നിലനിർത്താൻ ഇറാൻ ഒരുപാട് ശ്രമിച്ചതും അതിൽ റഷ്യൻ പ്രതിനിധികളെ അയച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നീട് ട്രംപ് തന്നെ അമേരിക്ക കൃത്യമായി അറബ് രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ഇസ്രയേൽ ചെയ്തത് ശരിയായ നടപടിയല്ല. പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനോട് വിളിച്ച് മാപ്പപേക്ഷിക്കുന്നു. ഇത്തരത്തിലാണ് പോയത്. എന്നാൽ അറബ് രാജ്യങ്ങൾ പരിപൂർണമായി ഇറാനോടൊപ്പം നിൽക്കുകയാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ അല്ല. തുർക്കി പക്ഷേ അങ്ങനെയല്ല. തുർക്കിയുടെ പ്രസിഡന്റായിട്ടുള്ള റിസെപ് തായിബ് എർദോഗൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു രീതിയിലെങ്കിലും അവിടെ ഫലസ്തീനിൽ യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, ഞങ്ങൾ യുദ്ധമുന്നണിയിൽ ചേരും എന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ ഈജിപ്തിൽ നടന്ന സമാധാന ചർച്ചയ്ക്കൊടുവിൽ കൃത്യമായും ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ട്രംപ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് ഇറാൻ മുൻകൂട്ടി പ്ലാനുകൾ തയ്യാറാക്കിയതിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുന്നു. ഇറാൻ നേരത്തെ തന്നെ റഷ്യയുമായി സഖ്യം ആരംഭിച്ചു. ഇറാൻ്റെ നീക്കുപോക്കുകൾ എന്തൊക്കെയാണെന്ന് അമേരിക്ക ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇറാൻ അത്ര പെട്ടെന്നൊന്നും യുദ്ധമുന്നണിയിലേക്ക് എടുത്തുചാടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇറാൻ പതിയെ ശക്തി ആർജിച്ചു വരികയാണ്. ഇറാൻ നേരത്തെ 12 ദിവസം നീണ്ടു നിന്ന ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കനത്ത നാശനഷ്ടം ഇസ്രയേലിനുള്ളിൽ നടത്താൻ കഴിഞ്ഞു. ഹൈഫയും ടെല്ലവീവും ഒക്കെ തകർന്ന് ചാമ്പലാകുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇറാന് മാത്രമാണ് നഷ്ടം എന്ന് പറയാനും കഴിയുന്നില്ല. ഇറാൻ ഇനിയും നീങ്ങും. അത് റഷ്യയുടെയും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെയും വിശ്വാസം ഒന്നുകൂടി ആർജിച്ചെടുത്തതിന് ശേഷമാണെന്ന് മാത്രം.